നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ച കോൺഗ്രസിലെ ചർച്ചയിൽ രൂക്ഷ വിമർശനവുമായി കെ രാഘവൻ പി. എല്ലാം ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടതെന്നിരിക്കെ തെരുവിൽ വലിച്ചിഴക്കേണ്ട അവസ്ഥയാണെന്ന് കെ രാഘവൻ പറഞ്ഞു. ഹൈക്കമാൻഡ് മുമ്പിലുണ്ടാകുമ്പോൾ എന്തിനാണ് ഇത്തരം അനാവശ്യ ചർച്ചകൾ? ഇതിലൊന്നും കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിക്ക് കളങ്കമേൽക്കുന്ന രീതിയിലുള്ള ചർച്ച വന്നുകഴിഞ്ഞു. അംഗീകരിക്കാൻ കഴിയില്ല. ഇതിനൊക്കെ ഒരു കീഴ്വഴക്കമുണ്ട്. നടപടിക്രമത്തിന് മുമ്പായി ചർച്ചകൾ വരുന്നത് ശരിയല്ലെന്നും കെ രാഘവൻ ആവർത്തിച്ചു. എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെയും കെ രാഘവൻ രംഗത്തെത്തി. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത് എറണാകുളം DCC പ്രസിഡന്റിന്റെ പ്രസ്താവനയാണെന്നും എന്ത് അർഹതയാണ് അയാൾക്കുള്ളതെന്നും കെ രാഘവൻ തുറന്നടിച്ചു. മുഖ്യമന്ത്രി ചർച്ച ആദ്യം ആരംഭിച്ചത് എറണാകുളത്ത് നിന്നാണ്. DCC പ്രസിഡന്റാണ് ആദ്യം പറഞ്ഞത്. എന്ത് അർഹതയാണ് അയാൾക്കുള്ളത്? ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയത് അയാളുടെ പ്രസ്താവനയാണ്. അതെങ്ങനെ വന്നു? ഒരിക്കലും വരാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് വന്നത്. പിന്നാലെയാണ് സൈബർ ഇടങ്ങളിൽ പലതും വന്നത്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഈ പോക്ക്, കെ രാഘവൻ പറഞ്ഞു. VD സതീശന്റെ അറിവോടെയാണ് അത്തരമൊരു പ്രസ്താവന വന്നതെന്ന് കരുതുന്നുണ്ടോ എന്ന ചോദ്യത്തോട് തനിക്ക് അറിയില്ലെന്നും VD സതീശൻ അങ്ങനെ അബദ്ധം പറയുന്ന ആളാണെന്ന് തോന്നുന്നില്ല എന്നും കെ രാഘവൻ പറഞ്ഞു. മത്സരിക്കാൻ കഴിയാത്തതിലെ നീരസം പ്രകടിപ്പിച്ച കെ രാഘവൻ മത്സരിക്കാൻ താൻ താല്പര്യം കാണിച്ചിട്ടില്ലെന്നും ഇങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നുവെന്നും പറഞ്ഞു. തോൽക്കുന്ന സീറ്റിൽ മത്സരിക്കണമെന്നായിരുന്നു ചില നേതാക്കൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ മത്സരിച്ചാൽ കോഴിക്കോട് ഒരു സീറ്റ് കൂടി UDFന് കിട്ടുമെന്നാണ് നേതാക്കൾ പറഞ്ഞത്. സമയം വരുമ്പോൾ നേതാക്കളുടെ പേര് പറയാം. പിമാർ മത്സരിക്കേണ്ടതില്ലെന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്ത തീരുമാനമല്ല. ആരാണോ തന്നോട് സംസാരിച്ചത് അവർ തന്നെയാണ് ഡൽഹിയിൽ വന്ന് പിമാർ മത്സരിക്കരുതെന്ന് വാശി പിടിച്ചത്. കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കളുടെ ദുർവാശിയാണ് അതെന്നും കെ രാഘവൻ പറഞ്ഞു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും കെ രാഘവൻ തള്ളി. പിമാർ മത്സരിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുത്തത് ഹൈക്കമാൻഡാണെന്ന് സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. ഇത് സംബന്ധിച്ച മാധ്യമങ്ങളുടെ ചോദ്യത്തോടെ എന്തറിഞ്ഞിട്ടാണ് അയാൾ അത്തരമൊരു പ്രസ്താവന നടത്തിയത്? സമയമാകുമ്പോൾ പറയാം. തോറ്റുനിൽക്കുന്ന സീറ്റിൽ പിമാരെ മത്സരിപ്പിച്ച് ജയിപ്പിച്ചാൽ എന്താണ് തെറ്റ്? ഹൈക്കമാൻഡിന്റെ തലയിൽ ഇടുന്നത് ശരിയല്ലെന്നും കെ രാഘവൻ തുറന്നടിച്ചു. 17 വർഷത്തെ ഈവന്റ് മാനേജ്മെന്റ് രംഗത്തെ സേവനം ജനശ്രദ്ധയാകർഷിച്ച ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ് വടക്കാഞ്ചേരിയിൽ വെഡിംഗ് കാറ്ററിംഗ് സർവീസ്, ബർത്ത്ഡേ ഡെക്കറേഷൻ, ഹൽദി പ്രോപ്പർട്ടി റെന്റൽസ്, കോർപ്പറേറ്റ് ഈവന്റ്, എക്സിബിഷൻ, ഇനോഗ്രേഷൻ, ട്രാവൽ ടൂറിസം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോ, ഹണിമൂൺ പാക്കേജ് എന്നിവ ഇനി ഞങ്ങളിലൂടെ ആഘോഷമാക്കാം. ഹൈലുക്ക് പാർട്ടി പ്ലാനറ്റ് ആൻഡ് ഈവന്റ്സ്, ജോസൺസ് ബിഡേ, നിയർ സെന്റ് ഫ്രാൻസിസ് ചർച്ച്, വടക്കാഞ്ചേരി, തൃശൂർ. ഫോൺ 9497558576 9745451369. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.